Good morning students. Programming in C ക്ലാസ്സിൽ മൊഡ്യൂൾ 2 ഫംഗ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഫംഗ്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനേഷൻ എഴുതുക, ഫംഗ്ഷൻ പ്രോഗ്രാം എങ്ങനെ എഴുതുക, ഫംഗ്ഷൻ ഡിക്ലറേഷൻ എങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. 3 ടോപ്പിക് ഉണ്ട്. 3 ഫംഗ്ഷനിൽ 3 ടോപ്പിക്സ് കൂടെ എടുക്കാനുണ്ട്. ഓക്കെ, ഇത് 3ഉം എക്സാമിന് ചോദിക്കുന്നതാണ്. ഈ 3 ക്വസ്റ്റ്യനും പ്രോഗ്രാമായിട്ട് ചോദിക്കാറില്ല, തിയറി പോർഷനിൽ ചോദിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ലോജിക്കാണ് അവിടെ അറിയേണ്ടത്. ഫസ്റ്റ് വൺ, പാസിങ് അറേ ടു എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ അറേ പാസ് ചെയ്യുക, അത് ഇന്ന പ്രോഗ്രാം വെച്ച് ചെയ്യാനൊന്നും അങ്ങനെ ചോദിക്കാറില്ല. അത് എങ്ങനെയാണ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുമല്ലോ, അത് എഴുതാൻ പറയും. അതേപോലെ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് റിക്കേർഷന് ആകെ ഒരു എക്സാമ്പിളേ ഉള്ളൂ, ഫാക്ടോറിയലിൻ്റെ ഒരു പ്രോഗ്രാം. തിയറി ചോദിച്ചാലും പ്രോഗ്രാം ചോദിച്ചാലും നമ്മൾ ആ പ്രോഗ്രാം എഴുതണം. ഓക്കെ, അപ്പോൾ തിയറിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോർഷൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പാസിങ് അറേ ടു എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനിൽ അറേ പാസ് ചെയ്യിക്കുക. നമ്മൾ ഇതുവരെ നോക്കിയതിലൊക്കെ വാല്യൂസ് ആയിരുന്നു ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്തിരുന്നത്. ഇവിടെ എന്താ, ഒരു അറേ പാസ് ചെയ്യണം. അറേ പാസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതിൻ്റെ ഡിക്ലറേഷൻ, ഡെഫിനീഷൻ, അല്ലെങ്കിൽ അറേ പാസിങ്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ സെക്ഷൻ, ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ സെക്ഷൻ, അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒരു അറേയുടെ അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം ഫൈൻഡ് ചെയ്യാനുള്ള പോർഷൻ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതണം. ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതിയിട്ട് ഈ അറേ എലമെൻറ്റ്സ് പാസ് ചെയ്യിക്കുകയാണ്. അറേ എലമെൻറ്റ്സ് പാസ് ചെയ്യുന്നു, സം കാണുന്നു, വാല്യൂസ് റിട്ടേൺ ചെയ്യില്ല. നോ റിട്ടേൺ ടൈപ്പിലുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു അറേ ഫംഗ്ഷനിൽ പാസ് ചെയ്യുക. സോ ഞാൻ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിൻ ഫംഗ്ഷനിൽ ഫസ്റ്റ് തന്നെ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അറേ ലിമിറ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു, അത് n എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. നെക്സ്റ്റ് നമ്മളെല്ലാ പ്രോഗ്രാം ചെയ്യുക പോലെ തന്നെ അറേക്ക് വേണ്ട എലമെൻറ്റ്സ് ഫോർ ലൂപ്പ് റൈറ്റ് ചെയ്തിട്ട് കീബോർഡിൽ നിന്ന് അതും റീഡ് ചെയ്തെടുത്തു. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നോർമൽ കേസിൽ അറേ സം ഫൈൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അറേയിലെ എലമെൻറ്റ്സിൻ്റെ സം കാണാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു പോർഷൻ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതുകയാണ്. അപ്പോൾ ഫംഗ്ഷനായിട്ട് മാറ്റി എഴുതുമ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ കോൾ ചെയ്യണം. ഫംഗ്ഷൻ കോൾ ചെയ്യാൻ ഫംഗ്ഷൻ നെയിം ആണ് ആദ്യം എഴുതുക. അപ്പോൾ ഞാൻ ഫംഗ്ഷൻ നെയിം കൊടുത്തു, ആഡ് എന്ന് ഫംഗ്ഷൻ നെയിം കൊടുത്തു. അതിനകത്താണ് നമ്മൾ വാല്യൂസ് മുമ്പ് പാസ് ചെയ്തത്. ഇവിടെ പാസ് ചെയ്യേണ്ടത് എന്താ, അറേ ആണ് പാസ് ചെയ്യേണ്ടത്. അറേ പാസ് ചെയ്യുമ്പോൾ അറേയുടെ പേര് മാത്രം പാസ് ചെയ്താൽ പോരാ, അതിൻ്റെ ലിമിറ്റ് കൂടെ പാസ് ചെയ്യണം. അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, നമ്മളത് അറേ ലിമിറ്റ് കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടെ അറേ പാസ് ചെയ്യുമ്പോൾ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൽ നമുക്ക് നോക്കാം അറേ എങ്ങനെയാണ് പാസ് ചെയ്യിക്കുക. അറേ നെയിം ഓഫ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, കോമ, അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ അറേ ലിമിറ്റ് എത്രയാണെന്നുള്ളത് കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അറേ പാസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം എ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അറേയിൽ 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ 10 എലമെൻറ്റ്സും കൂടെ പാസ് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം അറേയിൽ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷനിലായിരിക്കും വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഇൻറ്റീജർ അറേ ആണെങ്കിൽ
ഫസ്റ്റ് ഇപ്പോൾ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഫസ്റ്റ് വാല്യൂ എങ്കിൽ സെക്കൻഡ് വാല്യൂ 2002-ലായിരിക്കും, നെക്സ്റ്റ് വാല്യൂ 2004-ലാവും, പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ 2-ൻ്റെ ഡിഫറൻസിൽ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി പാസ് ചെയ്യുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ് ഇവിടെ പാസ് ചെയ്യുന്നത്. എ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന അറയിലെ ഫസ്റ്റ് എലമെൻറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് അല്ലെങ്കിൽ ലൊക്കേഷനാണ് അവിടെ പാസ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വാല്യൂസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത ലൊക്കേഷനിലുള്ള വാല്യൂസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റയർ വാല്യൂസ് പാസ് ചെയ്യല്ല ചെയ്യുന്നത്, ആ അറയിൽ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലൊക്കേഷനാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ കൂടെ അറേ ലിമിറ്റ് കൂടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫങ്ഷൻ്റെ അവിടെ അത് റിസീവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക? ഇവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല, അതുകൊണ്ട് ഫസ്റ്റ് വോയിഡ് എഴുതിയിട്ടുണ്ട്. ദെൻ ആഡ് ഫങ്ഷൻ നെയിം കൊടുത്തു, ഇൻറ്റിജർ അറേ ആണ്, അപ്പോൾ ഇൻറ്റ് എക്സ് സ്ക്വയർ ബ്രാക്കറ്റ്, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് അത് ഫങ്ഷൻ കോൾ ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഫങ്ഷൻ ഡെഫിനേഷനിലും സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ദെൻ അറേ ലിമിറ്റ് കൂടെ അവിടുന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്, സോ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി പ്രോഗ്രാമിൽ നമുക്ക് ഈ ഒരു എക്സ് സ്ക്വയർ ബ്രാക്കറ്റ്, സോറി ഇവിടെ എം അല്ല കൊടുക്കേണ്ടത്, ഇൻറ്റ് എം ആണ് കേട്ടോ, ഇൻറ്റ് എം ആണ്. ഇനി പ്രോഗ്രാമിൽ എക്സ് സ്ക്വയർ ബ്രാക്കറ്റും ഇൻറ്റ് എമ്മും മാത്രം നമുക്ക് അവിടെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ പ്രോഗ്രാമിൽ അറേ സം ഫൈൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അറേയുടെ എലമെൻസിൻ്റെ സം കാണാനുള്ള സ്റ്റെപ്പൊക്കെ നമുക്കറിയാം, അപ്പോൾ അത് വെച്ച് ചെയ്യുന്നു. സമ്മിലേക്ക് റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതിവിടെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, വോയിഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫങ്ഷൻ ഡെഫിനിഷൻ വരിക. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഫങ്ഷൻ ഡിക്ലറേഷൻ പാർട്ടാണ്. ഫസ്റ്റ് റിട്ടേൺ ടൈപ്പ്, നോ റിട്ടേൺ ടൈപ്പ്, അതുകൊണ്ട് വോയിഡ്. ദെൻ ഫങ്ഷൻ നെയിം എഴുതുക. നോർമൽ കേസിൽ നമുക്ക് രണ്ട് വാല്യൂസ് ആണ് പാസ് ചെയ്യണമെങ്കിൽ ഇൻറ്റ് എന്ന് കോമ യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എഴുതാറ്. അറേ ആവുമ്പോൾ ഇൻറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് കൂടെ കൊടുക്കണം. ഓക്കെ, ടൈപ്പ് സ്ക്വയർ ബ്രാക്കറ്റ് കോമ ബാക്കിയുള്ള വേരിയബിൾസ്, അങ്ങനെയാണ് നമ്മളത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് സിയിൽ ഫങ്ഷനിൽ ഒരു അറേ പാസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത എല്ലാ പ്രോഗ്രാംസും കോൾ ബൈ വാല്യൂൻ്റെ ടൈപ്പിലുള്ളതാണ്. ദാറ്റ് മീൻ അവിടെ പാസ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ് അത് വാല്യൂ ആണ്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് അല്ലെങ്കിൽ ആ വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ ആണ് അവിടെ റിസീവ് ചെയ്യുന്നത്. സോ വാല്യൂസ് പാസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിയ എല്ലാ പ്രോഗ്രാംസും കോൾ ബൈ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാത്തൊരു ടേമാണ് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ പാസ് ചെയ്യുന്നത് അഡ്രസ്സാണ്. ഓക്കെ, ഈ തേർഡ് മൊഡ്യൂളിൻ്റെ തന്നെ ഒരു പോർഷൻ പോയിൻറ്റേഴ്സ് ഉണ്ട്. പോയിൻറ്റേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ പോയിൻറ്റേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് കാണാം. എന്താണ് പോയിൻറ്റേഴ്സ്, എങ്ങനെയാണ് ഒരു അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് ആ പ്രോഗ്രാം ചെയ്യണമെന്നൊക്കെ നോക്കുക. എങ്കിലേ കോൾ ബൈ റെഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ പോയിൻറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരട്ടാം. ഓക്കെ, അപ്പോൾ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെ പാസ് ചെയ്യുന്നത് വാല്യൂസ് അല്ല, പകരം അഡ്രസ്സാണ്. രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള പ്രോഗ്രാം കോൾ ബൈ റെഫറൻസ് വെച്ച് ചെയ്യുമ്പോൾ അവിടെ ആഡ് ചെയ്യേണ്ട നമ്പേഴ്സ് അല്ല, ആ നമ്പേഴ്സിൻ്റെ അഡ്രസ്സാണ് പാസ് ചെയ്യുക. ഇപ്പോൾ 2, 3 ആണ് നമ്പേഴ്സ് എങ്കിൽ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ 2000, 4000 ആണെങ്കിൽ ആ ലൊക്കേഷൻ പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കോൾ ബൈ റെഫറൻസ്. അപ്പോൾ കോൾ ബൈ വാല്യൂ ഞാനിനി പറയുന്നൊന്നുമില്ല, നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ തിയറിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇനി കോൾ ബൈ വാല്യൂസിനെ കുറിച്ച് പറയുന്നില്ല. കോൾ ബൈ റെഫറൻസ് ഒരു പ്രോഗ്രാം ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, രണ്ട് നമ്പേഴ്സിൻ്റെ സം ഫൈൻഡ് ചെയ്യാനുള്ള ഫങ്ഷൻ കോൾ ബൈ റെഫറൻസ് വെച്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എ ബി രണ്ട് നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തു.
എ ബി കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു. നോർമൽ കേസിൽ എ ബി രണ്ട് വാല്യൂസ് ആണ് പാസ് ചെയ്യാറ്. പക്ഷേ അതിന് പകരം കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ട് അഡ്രസ്സ് പാസ് ചെയ്യുന്നു. അപ്പോൾ അഡ്രസ്സ് എടുക്കാൻ നമ്മളെപ്പോഴും ആംബ്രസൻഡ് എ ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആംബ്രസൻഡ് എ ആൻഡ് ആംബ്രസൻഡ് ബി അഡ്രസ്സ് പാസ് ചെയ്യുന്നു. ഓക്കെ, അഡ്രസ്സ് പാസ് ചെയ്യുന്നു. അഡ്രസ്സ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്യുന്നത് നമുക്കറിയാം പോയിന്റേഴ്സ് സ്റ്റാർ സിമ്പൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്റ്റാർ സിമ്പൽ യൂസ് ചെയ്തിട്ട് അതിവിടെ റിസീവ് ചെയ്തു. സ്റ്റാർ എക്സ് സ്റ്റാർ വൈ. അപ്പോൾ സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ പ്രത്യേകത? ആംബ്രസൻഡ് എന്ന് പറയുമ്പോൾ അഡ്രസ്, സ്റ്റാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂസ് അഡ്രസ്സിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർ സിമ്പൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർ എക്സ് സ്റ്റാർ വൈ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന വാല്യൂസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്രസ്സ് പാസ് ചെയ്യിക്കുന്നു, ഇവിടെ അഡ്രസ്സിൽ നിന്ന് വാല്യൂസ് എടുക്കുന്നു. ഓക്കെ, ദെൻ എസ് എന്ന വേരിയബിളിലേക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു. സ്റ്റാർ എക്സ് പ്ലസ് സ്റ്റാർ വൈ ചെയ്തിട്ട് നമ്പർ ആഡ് ചെയ്തിട്ട് എസ്സിൽ സ്റ്റോർ ചെയ്യുന്നു. ദെൻ എസ് അവിടെ പ്രിൻ്റ് ചെയ്യുന്നു. ഇവിടെ റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഫംഗ്ഷനിൽ വോയിഡ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റിട്ടേൺ ടൈപ്പ് വോയിഡ്, ദെൻ ഫംഗ്ഷൻ നെയിം, ദെൻ അഡ്രസ് അല്ലെങ്കിൽ പോയിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റ് സ്റ്റാർ എന്ന് കൊടുക്കണം. ഇൻറ്റ് സ്റ്റാർ കോമ ഇൻറ്റ് സ്റ്റാർ രണ്ട് വേരിയബിൾ ഉണ്ട്. സോ സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ അത് റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് കോൾ ബൈ റെഫറൻസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യണേ? നോർമലി രണ്ട് നമ്പേഴ്സ് ചുമ്മാ അങ്ങ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് തിരിച്ച് റിസൾട്ടൊക്കെ കിട്ടുന്ന ആ പ്രോഗ്രാം അല്ലേ എളുപ്പം? വാല്യൂസ് പാസ് ചെയ്തിട്ട് പ്രോഗ്രാം എടുക്കുന്നതല്ലേ ഈസി? ഇങ്ങനെ അഡ്രസ്സ് പാസ് ചെയ്തിട്ട് അഡ്രസ്സിൽ നിന്ന് വാല്യൂസ് എടുക്കുക, പിന്നെ അഡ്രസ്സിൽ നിന്ന് ആ സം കാണുക, ഇത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതേണ്ട കാര്യമുണ്ടോ? എവിടെയാണ് ഈ കോൾ ബൈ റെഫറൻസ് യൂസ് ചെയ്യാന്ന് നമുക്ക് തോന്നും. ഓക്കെ, അതിൻ്റെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എപ്പോഴാണ് കോൾ ബൈ വാല്യൂനേക്കാളും കോൾ ബൈ റെഫറൻസ് നമുക്ക് പ്രോഗ്രാമിൽ യൂസ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഗ്രാം നോക്കാം. രണ്ട് നമ്പേഴ്സ് സ്വാപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമാണിത്. സ്വാപ്പിംഗ് മീൻ രണ്ട് വേരിയബിൾസ് ഉണ്ടാവും, അതിലെ വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. കോൾ ബൈ റെഫറൻസിൽ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എ ബി രണ്ട് വേരിയബിൾസ് ഉണ്ട്. സോ അതിനെ സ്വാപ്പ് ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. എ ബി പാസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ 4 ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബി പാസ് ചെയ്യുമ്പോൾ എക്സ് വൈ വേരിയബിൾസിലേക്കാണ് അത് അസൈൻഡ് ആവുന്നത്. എയിലെ 5 എക്സിലോട്ടും ബിയിൽ 4 എന്ന വാല്യൂ വൈയിലോട്ടും മൂവ് ആവും. ദെൻ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ടെമ്പ് എന്നൊരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് അതിനെ സ്വാപ്പ് അയക്കും. അപ്പോൾ സ്വാപ്പിംഗ് ഒക്കെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ സ്വാപ്പ് ഓപ്പറേഷൻ എക്സ് വൈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യാണ്. ഓക്കെ, എക്സ് വൈ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ കിട്ടും. എക്സിൻ്റെ വാല്യൂ 4 ആയിട്ടും വൈയുടെ വാല്യൂ 5 ആയിട്ടും അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ദെൻ ആഫ്റ്റർ സ്വാപ്പ് ഓപ്പറേഷൻ മെയിൻ ഫങ്ഷൻസിലേക്ക് ആ ഒരു പ്രോഗ്രാം റിട്ടേൺ ചെയ്ത് പോവാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ സ്വാപ്പ് ഈ ഫംഗ്ഷൻ്റെ താഴെ എ ബി വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കുക. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എ ബി എന്ന വാല്യൂസിന് അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞ വേരിയബിൾസിന് കിട്ടുന്ന വാല്യൂസ് എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 4 എന്ന് പറയുന്ന അതേ വാല്യൂ ആയിരിക്കും. അവിടെ എ ബി എന്ന് പറഞ്ഞ വേരിയബിൾസിൽ യാതൊരു അപ്ഡേഷനും നടന്നിട്ടില്ല. ഇവിടെ ആക്ച്വലി എന്താ സംഭവിച്ചത്? എ ബി എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ എക്സ് വൈ എന്ന വേരിയബിളിലേക്ക് കോപ്പി ചെയ്തു. ദെൻ എക്സ് ആൻഡ് വൈയിലാണ് അപ്ഡേഷൻ നടക്കുന്നത്. എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് ആണ് അവിടെ ചേഞ്ച് ആയത്. എ ബി എന്ന വേരിയബിൾസിൽ യാതൊരു ചേഞ്ചസും ഇല്ല. സോ മെയിൻ ഫംഗ്ഷനിൽ വന്ന് എ ബി ഡിസ്പ്ലേ ചെയ്തപ്പോൾ ആക്ച്വലി അത് എന്ത് വാല്യൂ ആണോ പാസ് ചെയ്തത് അത് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് കോൾ ബൈ വാല്യൂ. പക്ഷേ ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കോൾ ബൈ റെഫറൻസിൻ്റെ ഓപ്പറേഷൻ. നോക്കാം.
മെയിൻ ഫംഗ്ഷൻ സെയിം എ ബി എന്ന വേരിയബിളിലേക്കാണ് റീഡ് ചെയ്യുന്നത്. സെയിം എ ഈക്വൽ ടു 5 ബി ഈക്വൽ ടു 4 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ സ്വാപ്പ് ഓപ്പറേഷൻ ചെയ്യുന്നു. സ്വാപ്പ് ഓപ്പറേഷനിൽ അഡ്രസ് ആണ് പാസ് ചെയ്യിക്കുന്നത്. ഈ വാല്യൂസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് പാസ് ചെയ്യിക്കുന്നു. ദെൻ സ്വാപ്പ് ഫംഗ്ഷനിൽ ഈ അഡ്രസ്സിലിരിക്കുന്ന വാല്യൂസിനെ റീഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു അഡ്രസ്സിൽ നിന്ന് വാല്യൂസ് എടുക്കണമെങ്കിൽ നമ്മൾ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാവുന്നതാണ്. ദെൻ ഇവിടെ ടെമ്പ് എന്ന വേരിയബിൾ യൂസ് ചെയ്തിട്ട് വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദെൻ എക്സ് ആൻഡ് വൈ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. എക്സ് ആൻഡ് വൈ അല്ല, സ്റ്റാർ എക്സ് സ്റ്റാർ വൈ. സ്റ്റാർ എക്സ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ 4ഉം സ്റ്റാർ വൈ എന്ന് പറയുന്നത് 5 ആയിട്ടും വന്നിട്ടുണ്ടായിരിക്കും, അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ സ്വാപ്പ് ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്ത് പോകുന്നു. ദെൻ എ ആൻഡ് ബി അതിന് താഴെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂസ് വരുന്നത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും. എ 5 എന്ന് പറയുന്നത് 4 ആയി, ബി 4 എന്ന് പറയുന്നത് 5 ആയി. ദാറ്റ് മീൻ ഈ സ്വാപ്പ് ഓപ്പറേഷനിൽ നടന്നിരിക്കുന്ന അപ്ഡേഷൻ എൻ്റയർ പ്രോഗ്രാമിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ വാല്യൂസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് അല്ല നടക്കുന്നത്, അല്ലെങ്കിൽ വേരിയബിൾസ് തമ്മിലുള്ള എക്സ്ചേഞ്ച് അല്ല നടക്കുന്നത്. വേരിയബിൾസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലാണ്. ദാറ്റ് മീൻ മെമ്മറി ലൊക്കേഷനിലാണ് അപ്ഡേഷൻ. സോ നമുക്കറിയാം മെമ്മറി ലൊക്കേഷനിൽ അപ്ഡേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റയർ പ്രോഗ്രാമിലും എപ്പോഴൊക്കെ ആ മെമ്മറി ലൊക്കേഷൻ എടുക്കുന്നു അപ്പോൾ അതിലുള്ള വാല്യൂസ്, ആ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. അതിപ്പോൾ എക്സ്ചേഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്തിട്ട് അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ഓപ്പറേഷൻ പെർഫോം ചെയ്താലും ആ ചേഞ്ചസ് എല്ലാം ആ ഒരു മെമ്മറി ലൊക്കേഷനിലിരിക്കുന്ന വാല്യൂസിൽ സ്റ്റോർ ആവും. ദെൻ ഈ പ്രോഗ്രാമിൽ എവിടെയൊക്കെ ഈ മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലെ വാല്യൂസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു അപ്ഡേഷൻ എല്ലായിടത്തും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും എൻ്റയർ പ്രോഗ്രാമിൽ വരുന്നുണ്ടാവുക. ഓക്കെ, സോ ഇതാണ് കോൾ ബൈ റെഫറൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്ലേസിൽ മെമ്മറി ലൊക്കേഷൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റയർ പ്രോഗ്രാമിലും ആ ഒരു അപ്ഡേഷൻ വിസിബിൾ ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു.